സാർ, ഈ സർക്കാർ ഒരിക്കലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ പോകുന്നൊരു സർക്കാരല്ല. ഇടതുപക്ഷ സർക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞു സറണ്ടറിൻ്റെ കാര്യത്തിൽ സറണ്ടർ കൊടുക്കുന്നില്ല. സറണ്ടർ കൊടുക്കുന്നുണ്ട്. കുറച്ച് പേരുടെ ഉയർന്ന വരുമാനക്കാർക്ക് നമ്മുടെ PF-ൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലാതെ ഉള്ള ആളുകൾക്ക് അല്ലാതെ തന്നെ ക്യാഷ് എടുത്തു പോകുന്ന തരത്തിലേക്കാണ് സറണ്ടർ കൊടുക്കുന്നത്. സറണ്ടർ ഇന്ത്യയിലാകെ അപൂർവ സ്ഥലത്തേ ഉള്ളൂ. 30 ദിവസത്തെ സറണ്ടർ കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ 2-3 സംസ്ഥാനങ്ങൾ മാത്രമേ ഈ സറണ്ടർ സംവിധാനം ഉള്ളൂ സാർ. അപ്പോൾ അത് കൊടുക്കുന്ന സംസ്ഥാനമാണ്. അത് പണ്ട് പിൻവലിച്ചത് ആരാണെന്നുള്ളത് നമുക്കറിയാം. UDF-ൻ്റെ സമയത്ത് അത് പിൻവലിച്ചതാണ് സാർ. സാർ, ഇങ്ങനെ സറണ്ടറിൻ്റെ കാര്യത്തിനകത്ത് പറയുന്ന കാര്യങ്ങളില്ല. പെൻഷൻകാരുടെ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും വന്നപ്പം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 ഗഡുവായിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനകത്ത് 1 ഗഡു കൊടുക്കാൻ ഉണ്ട്. അതീ വർഷം സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റൂൾ 300 തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സഭയുടെ മുന്നിൽ പറഞ്ഞതാണ്. ആ റൂൾ 300 അനുസരിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് പെൻഷൻകാരുടെ 1 കുടിശ്ശിക ഏകദേശം 600 കോടി രൂപ വരും. അത് ഈ വർഷം തന്നെ കൊടുക്കുമെന്നുള്ളത് അന്ന് പറഞ്ഞതാണ്. അത് പറഞ്ഞ കാര്യം നടപ്പിലാക്കുക എന്നുള്ളത് ചെയ്യും. അല്ലാതെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് കൃത്യമായി കൊടുക്കും സാർ. സാർ, DAയുടെ കാര്യത്തിലുൾപ്പെടെ ഈ കാര്യങ്ങൾ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പലപ്പോഴും. ഇപ്പോൾ 22% DA കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഭരണാകരൻ ഗവൺമെൻറ് കാലം മുതലുള്ള കണക്കുകളെല്ലാം ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ആ കണക്കുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്.